എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയ വീഡിയോയിലൂടെ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, നമ്മൾ അറിഞ്ഞു ഇന്നലെ നമുക്ക് SSCയുടെ കലണ്ടർ വന്നിട്ടുണ്ടായിരുന്നു. സോ 2024 SSC എക്സാമുകളെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ എക്സാമിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ വർഷവും നമുക്ക് എക്സാമുകളുണ്ട് അല്ലേ. ഒരുപാട് വർഷം കൂടിയൊന്നും നമുക്ക് കാത്തിരിക്കേണ്ട, ഒരു എക്സാം നമുക്കൊന്ന് പാളിപ്പോയാലും നമുക്ക് വിഷമിക്കേണ്ട. തൊട്ടടുത്ത വർഷം നമുക്ക് ഇഷ്ടം പോലെ പരീക്ഷകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്കൊന്നും എന്താണ് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1-2 വർഷത്തിനുള്ളിൽ തന്നെ നമുക്കൊരു സെൻട്രൽ ഗവൺമെൻറ് ജോലി ഉറപ്പിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ കഴിഞ്ഞ എക്സാമുകളുടെ എല്ലാ പോരായ്മകളും നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വർഷത്തെ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടായ പാളിച്ചകളെല്ലാം നിങ്ങൾ അവിടെ വെച്ചിട്ട് നമുക്ക് 2024 നമ്മുടെ ഏറ്റവും നല്ലൊരു വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അതായത് 2024 നമുക്ക് ജോലി കിട്ടണം എന്നുള്ളൊരു എയിമുമായിട്ട് നമുക്ക് ഈ കലണ്ടർ നോക്കാം. നിങ്ങൾക്ക് ഏതാണോ എക്സാം, നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന എക്സാം, ആ എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു നിങ്ങളുടെ പ്രിപ്പറേഷൻ. അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാ പിന്തുണയോടുകൂടിയും ദിശ അക്കാഡമി നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പം നമുക്ക് ഈ 2024 നമുക്ക് ഏതൊക്കെ എക്സാമാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 2024 ആദ്യം വരുന്ന എക്സാം എന്ന് പറയുന്നത്, 2024 കലണ്ടറിലെ ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് സെലക്ഷൻ പോസ്റ്റ് ഫേസ് 12 ആണ്. സെലക്ഷൻ പോസ്റ്റ് ഫേസ് 12ൻ്റെ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ആ ഒരു എക്സാം മന്ത് എന്ന് പറയുന്നത് April-May ആണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, എക്സാം April-May സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യം ഒരു മാസം മുൻപ് തന്നെ നമുക്ക് വരും. ഒരു മാർച്ച് അല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ, ഒരു ഫെബ്രുവരിയിലൊക്കെ തന്നെ, ഫെബ്രുവരി ലാസ്റ്റൊക്കെയോടുകൂടി നമുക്ക് എന്ത് വരും, സെലക്ഷൻ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. നമുക്ക് എക്സാം പ്രതീക്ഷിക്കാവുന്നത് April-May മാസങ്ങളിലായിരിക്കും. അപ്പോൾ സെലക്ഷൻ പോസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സാധാരണ 10th ലെവലും +2 ലെവലും അതുപോലെ ഡിഗ്രി ലെവലും എക്സാമുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് 3 ലെവൽ ഓഫ് എക്സാമും ഒറ്റ ഒരു ഫീസിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ 10th ലെവലും അതുപോലെ തന്നെ +2 ലെവലും അതുപോലെ ഡിഗ്രി ലെവൽ എക്സാമുകളും ഈ സെലക്ഷൻ പോസ്റ്റുകളിൽ ഉണ്ട്. അപ്പോൾ ഈ സെലക്ഷൻ പോസ്റ്റുകളുടെ വീഡിയോ നമ്മൾ അതാത് എക്സാം വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ ഇപ്പം സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് സെലക്ഷൻ പോസ്റ്റ് ഫേസ് 12 അല്ലേ. അടുത്തത് ഡൽഹി പോലീസ് സബ് ഇൻസ്പെക്ടർ, അതേപോലെ തന്നെ എന്താണ് CPO എക്സാമുകളാണ്. അതിൻ്റെ എക്സാം വന്നെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു May-June ടൈമിലൊക്കെയാണ്. അപ്പം നമുക്ക് കൃത്യം ഒരു മാസം മുൻപേ അതിൻ്റെ നോട്ടിഫിക്കേഷൻ, നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് സമയമുണ്ട് എന്ന് വിചാരിച്ചിരിക്കരുത്. നമുക്കൊരു അബദ്ധം പറ്റാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. കാരണം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കൃത്യം 1-1.5 മാസത്തിനുള്ളിൽ നമുക്ക് എക്സാം ഉണ്ട്. അപ്പോൾ നമ്മൾ അന്നല്ല പഠിക്കാനിരിക്കേണ്ടത്. നമുക്ക് ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മുടെ റിവിഷൻ ടൈമാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ടൈമിൽ നമ്മൾ കണ്ട് അത് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് എന്താണ്, റിവിഷൻ ടൈമാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു 6-7 മാസങ്ങളുണ്ടെങ്കിൽ ആ 6-7 മാസങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യണം. ആ പ്രൊഡക്റ്റീവ്നെസ് ആണ് നമുക്ക് ഈ ഒരു May-June മന്തിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കാണിക്കേണ്ടത്. സോ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് റിവിഷനുള്ള ടൈമാണ്. അതിന് മുൻപ്, അതായത് ഈ May-June മാസങ്ങൾക്ക് മുൻപ് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ വെച്ചിട്ട് നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ ഡൽഹി പോലീസ് SI CPO പോസ്റ്റുകളാണ് നമുക്ക് May-June മന്തിൽ ഉള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് ആണ്. ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് പറ്റി ഏറ്റവും നല്ല ഒരു പോസ്റ്റാണ് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം SSC എല്ലാ വർഷവും ജൂനിയർ എഞ്ചിനീയറിൻ്റെ പോസ്റ്റ് വിളിക്കുന്നുണ്ട്. സോ അത് May-June മാസങ്ങളിലായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോണം. നമ്മുടെ ഈ ഒരു പോർഷൻ, അതായത് നമ്മുടെ ജനറൽ പോർഷൻ അല്ലാതെ കൂടി നിങ്ങൾ ടെക്നിക്കൽ സൈഡും കൂടി പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണ് ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത്. സോ അതും നിങ്ങളുടെ മുൻപിൽ 2024 May-June മാസങ്ങളിൽ എക്സാമിന് കാത്തുന്നു. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ May-June തന്നെ നമുക്ക് ഡൽഹി പോലീസ് ആ ഒരു ഇനിഷ്യൽ ടൈമിലുണ്ടാവും. പിന്നെ അതിൻ്റെ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേനും ജൂനിയർ എഞ്ചിനീയറും വിളിക്കും. അപ്പോൾ ആ ഒരു മാസങ്ങളിൽ നമുക്ക് 2 എക്സാമുകളാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുന്നവരാണെങ്കിൽ ഈ 2നും വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും നിങ്ങൾ എന്ത് ചെയ്യണം, പാരലായിട്ട് കൊണ്ടുവെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ CHSL ഹയർ സെക്കൻഡറി ലെവൽ എക്സാം ആണ് അല്ലേ. കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം ആണ്
CHSL എന്ന് പറയുന്നത്. അത് ജൂൺ ജൂലൈ മന്തിൽ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. അപ്പോൾ കൃത്യം ഒരു മാസം മുൻപ് തന്നെ നോട്ടിഫിക്കേഷൻ വരും. കറക്റ്റ് ടൈമിൽ നമുക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഒരു CHSL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 27 വയസ്സാണ് അൺറിസർവ്ഡ്. പിന്നെ 2 വർഷം എന്തുണ്ടായിരിക്കും, നമുക്ക് റിസർവേഷൻ ഉണ്ടാവും എല്ലാ കാറ്റഗറിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾക്ക് ചിലപ്പോൾ ടൈം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് എന്താണ് പ്രിപ്പറേഷൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അറ്റംപ്റ്റിൽ ഈ 2024 തന്നെ CHSL എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇത് 27 വയസ്സാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ഇനി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല എക്സാമുകളെ പറ്റിയെങ്കിൽ നമ്മൾ ഈ എക്സാമുകളെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോയും നമ്മുടെ ദിശ അക്കാഡമിയുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എന്ന് പറയുന്നത് +2 ക്വാളിഫിക്കേഷനുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് +2 ക്വാളിഫിക്കേഷനേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളുടെ മുന്നിൽ ഏറ്റവും നല്ലൊരു പോസ്റ്റ് ഉണ്ട്. അതാണ് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എന്ന് പറയുന്നത്. എക്സാം ജൂൺ ജൂലൈ മന്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത നമുക്ക് MTS ആണ് കേട്ടോ. MTS 10th ലെവൽ എക്സാം ആണ് അല്ലെ? 10th ലെവൽ എക്സാം ആണ്. SSC പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അറിയാം, MTS എക്സാം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. നമുക്ക് കുറച്ച് നാളത്തെ പ്രിപ്പറേഷൻ മതി MTS പോലുള്ള എക്സാം ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നേരത്തെ പഠിക്കുന്നവരാണെങ്കിൽ MTSൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോക്കാം. ഇനി ഇതുവരെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ ഡിഗ്രി അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. എല്ലാ എക്സാമുകളും ക്ലിയർ ചെയ്യാൻ പറ്റും, എന്നാലും കമ്പാരിറ്റീവ്ലി കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമാണ് MTS എക്സാം എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്കത് ജൂലൈ ഓഗസ്റ്റ് മന്തിലാണ് MTSൻ്റെ പോസ്റ്റുകൾ വിളിക്കുന്നത്. അതേപോലെ തന്നെ സെപ്റ്റംബർ ഒക്ടോബർ തൊട്ടടുത്ത 2 മാസങ്ങളിൽ നമുക്ക് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമുകളും ഉണ്ട്. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. SSC പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ അല്ലേ, 2024 ഒരു സെപ്റ്റംബർ ഒക്ടോബർ മന്തിലാണ്. എന്ന് വെച്ചാൽ നമുക്ക് കൃത്യം പറഞ്ഞ ഒരു 11 മാസം നമ്മുടെ കയ്യിലുണ്ട്. ഈ 11 മാസം നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 2024 CGL നമ്മുടെ കയ്യിലുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എയിമും കൂടി നമുക്ക് 2024 കിട്ടും. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് വരുന്ന നമ്മുടെ എക്സാം സ്റ്റെനോഗ്രാഫറിൻ്റെ എക്സാമാണ്. അതെന്താണ്, ഒക്ടോബർ നവംബർ മന്തിലാണ്. കൃത്യം ഒരു വർഷം കൂടിയുണ്ട്. സ്റ്റെനോഗ്രാഫർ എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സ്റ്റെനോഗ്രാഫർ എക്സാമിൻ്റെ Tier 1 എന്ന് പറയുന്നത് നമ്മുടെ SSC സിലബസ് ആണ്. ഇതിൽ മാത്സ് ഇല്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും എക്സാമുകളിൽ മാത്സ് ഇല്ലാത്തൊരു എക്സാമാണ് സ്റ്റെനോഗ്രാഫറിൻ്റെ എക്സാം. ഇംഗ്ലീഷും അതുപോലെ തന്നെ GKയും റീസണിങ്ങും മാത്രമേ സ്റ്റെനോഗ്രാഫർ എക്സാമിന് ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മാത്സ് നിങ്ങൾ കുറച്ച് വീക്കാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെനോഗ്രഫി അറിയാം എന്നുള്ളവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു പോസ്റ്റാണ് സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? Cയും Dയും ഉണ്ട്. ഇതിന് ഏജ് ലിമിറ്റ് 27 അതുപോലെ 30 ആണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പം അതായത് കാറ്റഗറിക്ക് റിസർവേഷനും ഉണ്ട്. അപ്പോൾ സ്റ്റെനോഗ്രാഫർ ഇനി നിങ്ങൾക്ക് പഠിക്കാൻ ടൈം വേണമെങ്കിൽ ഉണ്ട്. കാരണം കൃത്യം 1 ഇയർ ഉണ്ട്. നമുക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, നമുക്ക് സ്കില്ല് മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ടൈമും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് വരുന്നത് GD ആണ്. ഡിസംബറിൽ GDയുടെ എക്സാം ഉണ്ട്. GDയുടെ എക്സാം എന്ന് പറഞ്ഞാൽ ഒരുപാട് വിദ്യാർത്ഥികൾ നോക്കിയിരിക്കുന്ന എക്സാമാണ് GD. നമുക്ക് ഈ ഫെബ്രുവരിയിൽ 2023 GD ഉണ്ട്. സോ അത് കഴിഞ്ഞിട്ട് വരുന്ന GD എക്സാമാണ് 2024 കലണ്ടറിൽ ഏറ്റവും അവസാനത്തെ എക്സാമാണ് നമ്മുടെ GD എക്സാം എന്ന് പറയുന്നത്. സോ ഇത്രയും എക്സാമാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 8 എക്സാം ഉണ്ട്. നമ്മൾ ഒരു ഫെബ്രുവരി തൊട്ട് അല്ലെങ്കിൽ ഒരു മാർച്ച് തൊട്ട് നമുക്ക് പിന്നെ എക്സാമിൻ്റെ ബഹളമാണ്. എല്ലാ മാസവും നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും അല്ലേ? എല്ലാ മാസവും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ, നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് എക്സാമുകൾ SSC കൊണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമ്മുടെ ചാനൽ ടെലിഗ്രാം ഗ്രൂപ്പുകളിലുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഗ്രൂപ്പുകളിൽ കയറിയിട്ട് അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലും കയറിയിട്ട് നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വേർഷൻ കാണണം എന്ന് പറയുന്നു. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. 2024 നിങ്ങൾക്ക് നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു.